യഥാർത്ഥത്തിൽ എല്ലാ ഓഗസ്റ്റ് 15 കൃത്യമായി ചിട്ടയോടുകൂടി നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പരിപാടികൾ നടത്താറുണ്ട്. അത് അത്യാവശ്യമാണ്. എന്നാൽ ആഘോഷത്തോടൊപ്പം അതിൻ്റെ ആത്മാവ് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വരും തലമുറകൾക്ക് അതിനെ പകർന്നു കൊടുക്കുകയും വേണം. അത് നമ്മളുടെ കടമയാണ്. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. മാതൃരാജ്യത്തോടുള്ള സ്നേഹം അത് വലിയ അടങ്ങാത്ത ഒരു ആവേശമാണ്. പണ്ഡിതന്മാർ പറയുന്നു അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പോലും പറയുന്നു. വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അത്രത്തോളം ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പിറന്ന നാട് എന്നുള്ളത് അവൻ ഒരിക്കലും ആ നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുകയില്ല. അത് അത്രത്തോളം അവനുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ, നമ്മൾ ജനിച്ച മണ്ണിൽ തന്നെ മരണപ്പെടുവാൻ നമുക്ക് അന്യമല്ല ഈ നാട്. ആരൊക്കെ നമ്മളെ ആക്കാൻ നോക്കിയാലും, ഭ്രഷ്ട് കൽപ്പിച്ചാലും, പാർശ്വവൽക്കരിച്ചാലും, മാറ്റി നിർത്തിയാലും, നമ്മളെ ഇവിടെ നിന്ന് എന്തൊക്കെ കെട്ടുകെട്ടിക്കാൻ നോക്കിയാലും ശരി, ഒരിക്കലും നമ്മൾ ഈ നാട് വിട്ടു പോകുകയില്ല ഇൻഷാ അല്ലാഹ്. അതാണ് ഓരോ മുസൽമാന്റെയും ദൃഢപ്രതിജ്ഞ. അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തെ 3 പതിറ്റാണ്ടോളം ബ്രിട്ടീഷ് വൈദേശിക ശക്തികൾ കോളനിയാക്കി മാറ്റിയിരുന്നു. അവർക്ക് ആ ബ്രിട്ടീഷ് രാജ്ഞി ഇവിടെ അടക്കി വാണിരുന്നു. അവരുടെ രാജ്യത്തിരുന്നു കൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം ഒരു കോളനി വാഴ്ചയിൽ എത്തിച്ച് അവരുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഈ രാജ്യത്തെയെല്ലാം അടിമവൽക്കരിച്ചിരുന്നു. നമ്മൾ സ്വന്തമായി ഒന്നും ചെയ്യാൻ പാടില്ല, സ്വന്തമായി ജീവിക്കാൻ, ജീവിത ചുറ്റുപാടുകൾ ഉണ്ടാക്കാൻ പാടില്ല, അന്തസ്സോടുകൂടി ജീവിക്കാൻ പാടില്ല. എന്നും നമ്മൾ അടിമകളായി കഴിയണമെന്ന ഒരു രീതിയായിരുന്നു ബ്രിട്ടീഷ് കാലം മുതൽ കഴിഞ്ഞു വന്നിരുന്നത്. എങ്കിൽ അതിനൊരു അറുതി വരുത്തിയതാണ് ഓഗസ്റ്റ് 15. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തിന് വേണ്ടി ജീവനും രക്തവും നൽകിയ നമ്മുടെ മുൻഗാമികൾ, നമുക്കറിയാം ഗാന്ധിജി, അതുപോലെ തന്നെ അലി സഹോദരന്മാർ, നെഹ്റു, ആസാദ്, ഇവരൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയവരാണ്. അതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് സൈന്യം ഇവരെയൊക്കെ ജയിലേറയിലുള്ളിലാക്കി. എന്നിട്ടോ ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും ഖബറിലുമാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ കൊന്നു കളഞ്ഞു, കൊന്നു തള്ളി, കണക്കില്ല. എന്തിനു വേണ്ടിയാണ്? സ്വന്തം രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യത്തിൽ നടക്കുന്നതായ അക്രമത്തിനെതിരെ ശബ്ദിച്ചതിന് വേണ്ടി. ആ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ പറയപ്പെട്ടതായ ഗാന്ധിജി ഉൾപ്പെടെ, നെഹ്റു ഉൾപ്പെടെ, അലി സഹോദരന്മാരുൾപ്പെടെ, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ആസാദ് ഉൾപ്പെടെ എല്ലാവരെയും ജയിലിലടച്ചു, വല്ലാതെ വേദനിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു, ജനങ്ങളെയൊക്കെ നശിപ്പിച്ചു, കൊന്നുകളഞ്ഞു. ഏതൊക്കെ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം സഹിച്ചു. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത്. എങ്കിൽ അതിന് മുന്നണി പോരാളികളായിരുന്നു മുസ്ലിമീങ്ങൾ. ആരൊക്കെ ആ പേരുകൾ വെട്ടിമാറ്റാൻ നോക്കിയാലും, ആ പേരുകൾ ഇനി എവിടെയൊക്കെ കാണരുത് എന്ന ചിന്തയോടുകൂടി അതിനെയൊക്കെ മായ്ച്ചു കളഞ്ഞാലും ശരി, ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയ മണ്ണിൽ, ഈ മണ്ണിന്റെ ഓരോ തരികളും ഈ മണ്ണിൽ അടരാടി ജീവൻ കൊടുത്ത്, രക്തം കൊടുത്ത് ഈ ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ട് വീരവൃത്തി മരിച്ച, അതായത് നാടിനു വേണ്ടി ജീവൻ ത്യജിച്ചതായ സമര പോരാളികളുടെ പേരുകൾ അവർ കൃത്യമായി, ഈ ഇന്ത്യയുടെ മൺതരികൾ കൃത്യമായി പറഞ്ഞു തരും. ആരൊക്കെ അതിനെ മായ്ച്ചു കളഞ്ഞാലും, ഏതെങ്കിലുമൊക്കെ ഫലകങ്ങളിൽ അതിനെ വെട്ടിമാറ്റിയാലും, ഏതെങ്കിലുമൊക്കെ പേപ്പറുകളിൽ നിന്നും പാഠഭാഗങ്ങളിൽ നിന്നും അതിനെ അടർത്തിക്കളഞ്ഞാലും, അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റു രീതിയിലേക്ക് അതിനെ വക്രീകരിച്ചു കൊണ്ടുവന്നാലും ശരി തന്നെ, ഈ ഇന്ത്യയുടെ ഓരോ മൺതരികളും
മുക്കിലും മൂലയിലുമുള്ള മുഴുവൻ മന്ദരികളും അതിൻ്റെ ചരിത്രം പറഞ്ഞു തരും. ഈ സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഇന്ത്യ രാജ്യത്തിലെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എങ്കിൽ, ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതായ, സ്വാതന്ത്ര്യം നേടിയതായ ഈ മണ്ണിൽ മുസൽമാന്റേതായ രക്തത്തിന്റെ കറ, അതിൻ്റെ മണം, അതിൻ്റെ ഗന്ധം ആസ്വദിക്കാൻ കഴിയുമാറും എത്രയോ കലാപങ്ങളാണ് നമുക്കറിയാം. എത്ര കലാപങ്ങളാണ് നടത്തിയത് മുസ്ലിമീങ്ങളെ വകവരുത്തുന്നതിന് വേണ്ടി. പക്ഷേ അവരെ എത്ര കൊന്നുതള്ളിയാലും ഈ ചരിത്രം മായ്ക്കാൻ ഒരിക്കലും സാധ്യമല്ല. എത്ര ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും ഏതൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും ശരി, ഈ ഇന്ത്യയുടെ ഓരോ മണ്ഡലികളും ആ ചരിത്രം പറഞ്ഞു തരും. നമുക്ക് ശേഷമുള്ള തലമുറകളെ നമ്മളത് പഠിപ്പിക്കും. അത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് മദ്രസയിലെ പാഠപുസ്തകത്തിൽ പോലും ഒരു പാഠം, ഒരു പുസ്തകം ഇന്ത്യ ചരിത്രം എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിലബസിലുള്ള ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്, മദ്രസയിൽ പഠിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ബാധ്യതയാണ് നാടിന് വേണ്ടി ശത്രുക്കളിൽ നിന്നും നാടിനെ സംരക്ഷിക്കുക, കാവൽ നിൽക്കുക എന്നുള്ളത്. രാവും പകലും കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം എല്ലാവരും, അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ഈ രാജ്യത്തെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്യ ശക്തികളിൽ നിന്നും, അവരിൽ നിന്നും മോചിപ്പിച്ചെടുത്തതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചവരിൽ ഒരു വിഭാഗം ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ മുസ്ലിം സമുദായത്തിലെ മുന്നോറുകളാണ്, മുൻഗാമികളാണ് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ ദിന ആഘോഷം നമുക്കും കൂടി അവകാശപ്പെട്ടതാണെന്നും അത് ആഘോഷിക്കണമെന്നും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും അതനുസരിച്ച് നമ്മുടെ തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയേണ്ടത് അത്രത്തോളം അനിവാര്യമായി വരുന്നത് അതുകൊണ്ടാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പൂർവികരുടെ ത്യാഗങ്ങൾ, ചരിത്രങ്ങൾ പറഞ്ഞ് നമ്മളെ തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, വകുല്ലൻ യഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. മുൻഗാമികളായ പ്രവാചകന്മാരുടേതായ ആ ചരിത്രങ്ങൾ പ്രവാചകന് വിളിച്ചു അറിയിച്ചു കൊടുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ കൂടി ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, ഉണർത്തി കൊടുക്കുകയാണ് അല്ലാഹു തആല. വകുല്ലൻ യഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി, മുൻഗാമികളുടെ ചരിത്രങ്ങൾ, ത്യാഗപൂർണമായ മുൻഗാമികൾ ജീവിച്ചത് ദീനിനു വേണ്ടി, നാടിനു വേണ്ടി എത്രത്തോളം ത്യാഗം ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗപൂർണമായ ജീവിതം, ഇബ്രാഹിം നബിയുടെ ത്യാഗപൂർണമായ ജീവിതം, നൂഹ് നബിയുടെ ജീവിതം, അതുപോലെ ഓരോ പ്രവാചകന്മാരും അനുഭവിച്ചത് ആ ത്യാഗം. ആ ത്യാഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രതിപാദിക്കുന്നു. എന്തിനു വേണ്ടി എന്നറിയുമോ? മാ നുസബ്ബിതു ബിഹി ഫുആദക. വരും തലമുറകൾക്ക്, പ്രവാചകരെ അങ്ങ് ഉൾപ്പെടുന്നവർക്ക് ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ്, ഒരു ആത്മധൈര്യത്തിന് വേണ്ടിയാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടി വീണ്ടും ആ സമരമുഖത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അത് ഒരു താല്പര്യമുണ്ടാകുന്നതിന് വേണ്ടി ആ ചരിത്രങ്ങൾ, ത്യാഗപൂർണമായ ജീവിതം, അവർ ഇത്രയും ത്യാഗം സഹിച്ചവരാണല്ലോ, നമ്മൾ എന്ത് ത്യാഗമാണ് സഹിക്കുന്നത് എന്ന ഒരു ചിന്ത ഈ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്, സമൂഹത്തിന്, സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ കൂടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലെയാണ് നാമും നമ്മുടെ മുൻഗാമികൾ സഹിച്ചതായ ത്യാഗം, അവർ അനുഭവിച്ച ബുദ്ധിമുട്ടും പ്രയാസവും, അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മളും അയവിറക്കണം. നമുക്ക് ശേഷമുള്ളതായ തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കുകയും വേണം. ഇങ്ങനെയാണ് ഈ ഇന്ത്യ മഹാരാജ്യം ഈ നിലയ്ക്ക് എത്തിയത്. ഇതിന് ധാരാളം ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. വെറുതെ ഒരു രാജ്യമായി സ്വതന്ത്രമായി വെറുതെ അങ്ങ് ആഘോഷിച്ചു പോകുന്നതല്ല. ഇതിന് പിന്നിൽ മുസ്ലിമീങ്ങളുടെ, അതുപോലെ തന്നെ ഹൈന്ദവന്റെ, അതുപോലെ തന്നെ സിഖുകാരന്റെ, അതുപോലെ ധാരാളം സഹോദരങ്ങളുടെ ആ ഒത്തുചേരലും ഐക്യപ്പെടലുമാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഈ വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യം, ഞാനും നിങ്ങളും ജീവിക്കുന്ന നാടാണ്. നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം, സ്വസ്ഥമായി നമുക്ക് ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനെ ആരാധിക്കണം. അതിന് നമ്മുടെ രാജ്യം അനുവാദം നൽകുന്നുണ്ട്, നമ്മുടെ ഭരണഘടന അതിന്
അനുവാദം നൽകുന്നുണ്ട്. ഓരോ ഇന്ത്യൻ പൗരനും അതിന് ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. യൂണിറ്റിയാണ്, നാനാത്വത്തിൽ ഏകത്വമാണ്. ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോപ്പ് പോലെയാണ്. ആ പൂന്തോപ്പിൽ ധാരാളം പുഷ്പങ്ങളുണ്ട്. റോസയുണ്ട്, പിച്ചിയുണ്ട്, മുല്ലയുണ്ട്, ജമന്തിയുണ്ട്, സൂര്യകാന്തിയുണ്ട്. ഇങ്ങനെ പല നിലയിലുള്ള പുഷ്പങ്ങൾ, പല നിറത്തിലും പല മണത്തിലും പല ആകൃതിയിലും പല വർണ്ണത്തിലും പല രൂപത്തിലുമുള്ളതായ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അതാണല്ലോ പൂന്തോപ്പാണ് എന്ന് പറയുന്നത്. പല പുഷ്പങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ധാരാളം മതങ്ങളുണ്ട്, ധാരാളം മതങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. എന്തിനേറെ പറയുന്നു, ഇന്ത്യ എന്ന് പറയുന്ന ഈ ബൃഹത്തായ ഈ രാജ്യം ഏതാണ്ട് പ്രമുഖമായ 6 പ്രമുഖ മതങ്ങളാണുള്ളത്. 24ഓളം ഔദ്യോഗിക ഭാഷകളും 1500-ലേറെ ഭാഷാ വൈവിധ്യങ്ങളും അതുപോലെ 6000-ലധികം ജാതി വൈവിധ്യങ്ങളും അടങ്ങുന്ന ഒരു ബൃഹത്തായ ഒരു മഹത്തായ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യയിൽ പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തിലും ഐക്യത്തിലും കഴിഞ്ഞുകൂടുമ്പോഴാണ് ഈ പറയപ്പെട്ട ഒരു സന്തോഷം നമുക്കുണ്ടാകുന്നത്. അതിൻ്റെ ഒരു നേർചിത്രമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഈ ജനങ്ങളുടെ ഈ ലോകത്തിന് മുന്നിൽ നമ്മുടെ തല ഉയർത്തി നിൽക്കാൻ ഇതുവരെയും നമ്മളെ ഓരോരുത്തരെയും അന്തസ്സോടെ ജനങ്ങളുടെ നാടിൻ്റെ മുന്നിൽ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിർത്താൻ നമുക്കത് കാരണമായ ഒരേ ഒരു കാര്യം, ഒരു വസ്തു, അതല്ലെങ്കിൽ ഒരു സവിശേഷത, ഒരു പ്രത്യേകത ഈ പറഞ്ഞ പരസ്പരമുള്ള സ്നേഹമാണ്. ഇന്ന് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക, പരസ്പരം തല്ലുണ്ടാക്കുക. നമ്മൾ എത്ര തല്ലിയാലും എത്ര വഴക്കിട്ടാലും മലയാളികൾ അവർ ഒന്നാണ്. അവരെ എങ്ങനെയൊക്കെ ഇനി ഭിന്നിപ്പിക്കാൻ നോക്കിയാലും പറ്റൂല. ആ നിലയ്ക്ക് നമ്മൾ പരിശുദ്ധ ഖുർആനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ലോകം മുഴുവനും നടപ്പിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം അത് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 കടന്നു വരുമ്പോൾ നമ്മുടെ മുൻഗാമികൾ ഈ നാടിനു വേണ്ടി ജീവൻ ത്യജിച്ചു, ജീവൻ മാറ്റിവെച്ചു, അതുപോലെ രക്തമൊഴുക്കി, അവരുടെ കുടുംബത്തെ അനാഥമാക്കി. അവർ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അടരാടിയവരാണ്. ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, പ്രവാചകരെ, മുൻഗാമികളുടെ ചരിത്രം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, അങ്ങയെ ബോധ്യപ്പെടുത്തുന്നത്, അങ്ങേക്ക് കൂടുതൽ പ്രചോദനമുണ്ടാകാൻ. ത്യാഗം സഹിക്കേണ്ടി വരും, വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. സമരമുഖത്താകുമ്പോൾ, ജനങ്ങളെ സേവിക്കുമ്പോൾ, ഒരു നാടിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ, ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയേക്കാം, ജീവൻ മരണ പോരാട്ടം നടത്തേണ്ടി വന്നേക്കാം. പക്ഷേ അതിനൊക്കെ നമുക്ക് കൂടുതൽ പ്രചോദനം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഗുണപാഠമാകണം. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഗുണപാഠമായി മാറണം ഈ പരിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.